I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game. നമ്മുടെ പ്ലെയിനകത്ത് കയറിയൊരു ഫീലാണ്. അതുപോലത്തെ സെറ്റപ്പ് അതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്പിന്റെ റേറ്റ് ആണ് ഇനി അറിയേണ്ടത്. എത്ര രൂപയായിട്ടുണ്ട് ഫുഡ് സ്റ്റെപ്പ്? ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ് മച്ചാൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്, ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ എക്സ്പീരിയൻസ് ഒന്നുമല്ല, ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ ഇന്നോവയുടെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ്. അത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, എത്ര രൂപയായി, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഇന്നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവയ്ക്ക് ഇഷ്ടം പോലെ ഫാൻസാണ്. ഇന്നോവ അന്നും ഇന്നും എന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു കാറാണ്. കാരണം ഒരു രീതിയിലും ഈ വണ്ടിയുടെ ഫാൻസ് കുറയത്തേ ഇല്ല, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണിത്. ഇത് എല്ലാവരുടെയും ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടിയും കൂടെയാണ്. കൂടുതലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തരാം. അതിൻ്റെ ഓണറിനെയും അതുപോലെ തന്നെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ഡീറ്റെയിലും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കാണണ്ടേ, വാ. അപ്പോൾ ദേ നമ്മുടെ ഇന്നോവയുടെ പേരാണ് യൂണിക്കോൺ. ഇപ്പോൾ ഈ യൂണിക്കോൺ വണ്ടിയുടെ ഓണറിനെ നിങ്ങൾക്ക് കാണണ്ടേ. ചേട്ടാ, വെൽക്കം ടു ദ ചാനൽ. നമുക്ക് ഒത്തിരി മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ ഇന്നോവയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോന്നുമായിട്ട് മനസ്സിലാക്കാൻ പോകണം, എത്ര രൂപയെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇന്നോവ ചെയ്തിരിക്കുന്നത്? മെയിനായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഈ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ഓക്കെ, പിന്നെ സ്കേർട്ടിങ്, ഓക്കെ, പിന്നെ ഫോഗ് ലാമ്പ്, പ്രൊജക്ടർ ഫോഗ് ലാമ്പ്, പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. അത് 17 ഇഞ്ച് അലോയ്സ് 9J. ഓക്കെ, അപ്പൊ 15 ഇഞ്ചിൽ നിന്ന് നമ്മൾ 17 ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വരുവാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റയുടെ തന്നെ ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഓക്കെ, ക്രിസ്റ്റയുടെ തന്നെ മിറേഴ്സ് വരുന്നുണ്ട്, ഫോൾഡിംഗ് മിററാണ്. ഓക്കെ, 360 ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 360 ക്യാമറ. ഇപ്പോ ബാക്ക് ബമ്പറിൽ വരുമ്പോൾ ലിപ്സ് ഒക്കെ എക്സ്ട്രാ കേട്ടിട്ടുണ്ട്. ജാക്ക് സ്പാരോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ തന്നെ ഒരു ലിപ്പാണ്. ഓക്കെ, നമുക്ക് ഇത് കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇവിടെ സൈഡിൽ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു മോഡൽ, അത് അതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് സ്കാനിങ് വരുന്ന പോലത്തെ ഒരു പാറ്റാണ് ചേട്ടൻ വെച്ചിരിക്കുന്നത്. ഇത് എവിടുന്ന് വെച്ചതാണ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്? ഇത് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴത്തേനും എനിക്കൊന്ന് ലോഞ്ച് ആയി കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചയായിട്ട് ലോഞ്ച് ആയിട്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, സാധനം മേടിക്കണം തോന്നി. ബാംഗ്ലൂർ പോയപ്പോഴത്തേനാണ് അവിടെ റെയിൻബോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. അന്ന് മേടിച്ചപ്പം 11,500 ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് മാർക്കറ്റ് സുലഭമായിട്ട് ഈ സാധനം കിട്ടുന്നതാണ്. ഇപ്പൊ ഒരു 8,500 റുപ്പീസിനൊക്കെ ഈ സാധനം ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഈ സാധനം അവൈലബിൾ. പക്ഷെ ഇത് എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് രാത്രിയിൽ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് സ്കാൻ ആകും സംഭവം. ലൈറ്റ് ഭയങ്കര ഭംഗി അത് കാണാനായിട്ട്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു സാധനം വേണമെന്ന് തന്നെ ഇതിലോട്ട് തന്നെ എത്തിപ്പെടാനുള്ള മെയിൻ കാര്യം. ഇതിന്റെ തന്നെ ഇത് ഞാൻ എടുത്ത സമയത്ത് ഈ പറഞ്ഞ ഒരു സ്മോക്ക് ഒരു എഡിഷൻ എന്നുള്ള സംഭവം എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പം വരുന്നത് ഇത് റെഡിഷ് ആയിട്ടുള്ള സംഭവം ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറയുന്നത് അത് സ്കാനിങ് ആണ്. പിന്നെ റിവേഴ്സ് ലൈറ്റ് അത് കറക്റ്റ് മിൽക്ക് വൈറ്റ് വെട്ടമാണ് വരുന്നത്. ഓക്കെ, ഇത് പൊതുവെ ഇങ്ങനത്തെ ഉള്ള ബ്രേക്ക് ലൈറ്റിന് സ്ഥിരം ഞാൻ കേൾക്കാറുള്ള പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. കാരണം ഇതിന്റെ സെൽസ് ഇടയ്ക്കിടയ്ക്ക് നശിക്കും എന്ന് പറയുന്നേക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ ഒരു ഗ്യാരണ്ടി എങ്ങനെയാണ് അതിന്റെ വരുന്നത്? ഒരിക്കലും കമ്പനി ഇതിനൊരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ സാധനത്തിന് തരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇത് മാക്സിമം ഇതിനകത്ത് ഇത് ഞാൻ എടുത്തപ്പോൾ ഇതിന്റെ പുറകെല്ലാം ഓപ്പൺ ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് സർക്യൂട്ട്സ് ഒക്കെ കാണാൻ പറ്റും. അത് മാസ്കിന്റെ ഇപ്പോ അല്ലെങ്കിൽ 2 സൈഡ് സ്റ്റിക്കറോ 3 സ്റ്റിക്കറോ വെച്ച് അടച്ചിട്ട് വേണം ഈ സാധനം പ്ലേസ് ചെയ്യാനായിട്ട്. എന്നെങ്കിൽ മാത്രം നമുക്ക് ലൈഫ് ലോങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതി ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം LED ലൈറ്റ്സ് ആണ്. എപ്പോ ഒന്നും പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഒരു ആഗ്രഹമാണ്, ഒരു ഇന്നോവ മേടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഈ ഇന്നോവയുടെ ബ്രാൻഡിങ് ഇവിടെ വെക്കണം ഇല്ലേ. അപ്പൊ ഈ ഇന്നോവ ഈ ഒരു സംഭവം ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നത്, എത്ര രൂപയായി? ഇത് ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഫ്രണ്ട് ഉണ്ട്, ഡാൾട്ടൺ എന്നാണ് പുള്ളിക്കാരനാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ കുറെ സാധനങ്ങൾ എനിക്ക് ഇവിടുന്ന് തന്നത്. ശരി, ഇത് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് 5,500 അല്ലെങ്കിൽ 6,000 റേഞ്ച് അങ്ങോട്ടായിരുന്നു ഞാൻ എടുത്ത സമയത്ത്. അപ്പൊ ഇത് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാല് ഇത് സിൽവർ ആയിരുന്നു എനിക്ക് വന്നത്. അപ്പൊ ഞാൻ ഈ വണ്ടി ഫുള്ള് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് തൃശ്ശൂർ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞു, പ്രവീൺ ചേട്ടാ ഇത് നമുക്ക് ഈ വണ്ടിക്ക് ചേരുന്നതല്ല, നമുക്ക് എന്റെ ഇത് ബ്ലാക്ക് ഇരിക്കണം. പ്രവീൺ ചേട്ടാ നീ വന്നിട്ട് ഞാൻ ബ്ലാക്ക് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടത് ഈ പിയാനോ ബ്ലാക്കിലോട്ട് അതങ്ങ് മാറുമായിരുന്നു. ഇതൊരു ക്രോമാണ്. ഇത് 2012 മോഡല്, 2012 ക്രിസ്റ്റ എന്ന് പറഞ്ഞൊരു വണ്ടി പണ്ട് ടൊയോട്ട ഇറക്കിയിട്ടുണ്ട്. അന്ന് വരുന്ന ലിമിറ്റഡ് എഡിഷൻ വണ്ടിക്ക് വരുന്ന ഒരു ക്രോമാണ് ഇത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് അവൈലബിൾ അല്ല. ഞാൻ ആകെ 2-3 വണ്ടിയിൽ ഈ സാധനം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കര ഈ സാധനം വെക്കണം എന്നുള്ളത്. ഇത് വന്ന് എനിക്ക് വന്ന് 2,500 അത്ര രൂപയായിട്ടുണ്ട് ഈ ഒരു ക്രോമിന് മാത്രം. 2 പീസായി വരുന്ന ക്രോം. ഇത്
വൈപ്പർ റിയർ വൈപ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ വാഗണാറിന്റെ റിയർ വൈപ്പർ ആയിരുന്നു. അത് ഇതിന് സ്യൂട്ടാണ് സംഭവം. ഇന്നോവയ്ക്ക് വരുന്ന സാധനത്തിന് എനിക്കൊന്ന് ലെങ്ത് കുറവാണ്. ഈ പറഞ്ഞ വാഗണറിന് ആകുമ്പോഴത്തേനും ഇച്ചിരി നീളം കിട്ടും. അതുകൊണ്ടാണ് ഈ സാധനം നമുക്ക് ഇച്ചിരി കുറച്ചുകൂടെ സ്പേസ് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് സെൻസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് റിയർ ക്യാമറയുണ്ട്, സ്കേർട്ടിങ്ങും ഉണ്ട്. ഓക്കെ, ഈ അതുപോലെ തന്നെ എക്സോസ്റ്റ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അടിപൊളി എക്സോസ്റ്റും വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ സെറ്റപ്പ്, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഷോയ്ക്ക് വെച്ചേക്കുന്നുള്ള ഒരു മാത്രമേ ഷോ അത്ര ആ ഒരു പർപ്പസേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പൈപ്പ് നമ്മൾ എൻഗേജ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, ഇതിന് അതിലാണ് ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ ഉള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഷോ എന്നൊരു അതെ, ഒരു ഭംഗിക്ക് വേണ്ടി. അതെ, നമ്മളിപ്പം എന്തായാലും നമുക്കിപ്പം വണ്ടി റീമാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജിനെ ബാധിക്കും. തീർച്ചയായിട്ടും മൈലേജ് 14 മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. റീമാപ്പ് ചെയ്താലുള്ള പ്രശ്നം പറഞ്ഞാൽ എനിക്ക് 10 മൈലേജിന് താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അതെ അതെ, ഓക്കെ. പിന്നെ എഞ്ചിൻ ലൈഫ് കുറയും. പിന്നെ ബാക്കിൽ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇത് തന്നെ ക്രിസ്റ്റയുടെ തന്നെ വരുന്നതാണ് അല്ലേ, സ്കേർട്ടിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു മസ്കുലാർ ലുക്ക് ബാക്കിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ക്രിസ്റ്റയുടെ ലൈറ്റ് ആണ് അല്ലെ, സ്കാനിങ് ലൈറ്റ് വരുന്നത്. കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്ലാറ്റ് ലൈറ്റ് പോലെ വരുന്നത്. ഇതാണ് ഓക്കെ, RBL ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് നേരെ ഒരു അതെ അതെ ബമ്പർ ലൈറ്റ്. ഇത് കേർവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ലൈറ്റിന് അല്ലെ, ഇട്ട് കാണിക്കാം, നമുക്ക് കാണിക്കാം, എല്ലാരെയും കാണിക്കാം. ഓക്കെ ഓക്കെ, പിന്നെ അത് സെൻസർ വരുന്നത് പറഞ്ഞാൽ ഇത് കമ്പനി വരുന്ന സെൻസർ തന്നെയാണ്. 2015 മോഡലില് ഈ സെൻസർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതുപോലെ റെയിൻ ഗാർഡ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് കമ്പനി റെയിൻ ഗാർഡ് ആണോ അതോ ആഫ്റ്റർ മാർക്കറ്റ് റെയിൻ ഗാർഡ് ആണ്? ഓക്കെ, കമ്പനി വരുന്ന ഇത്ര വലിപ്പം ഇല്ല, ഞാൻ അത് ശ്രദ്ധിച്ചു, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഫിൽമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നമുക്ക് ട്രാൻസ്പാരന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതില് നല്ലൊരു 360 ക്യാമറയുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് 1 by 1 ആയിട്ട്. ചേട്ടാ, നമുക്ക് നമ്മുടെ അലോയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞാൽ ഇൻക്യൂബസിന്റെ 17 ഇഞ്ചിന്റെ അലോയി ആയിട്ടിരിക്കുന്നത്. എത്ര രൂപയായി? ഇത് എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് ഞാൻ മേടിക്കുന്നത് പുനലൂർ ടയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാബു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ. ഓക്കെ, ഇത് എടുക്കുമ്പം എനിക്ക് തോന്നുന്നത് 32,000 ആയി. ഓക്കെ ഓക്കെ, അത് ഈ പറഞ്ഞ 17 ഇഞ്ച് 9J ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഇത് നമുക്ക് അത്യാവശ്യം നിങ്ങൾ ഇട്ട് നോക്കിയാൽ ഒത്തിരി പ്രൊജക്റ്റഡ് ആയിട്ടല്ലോ ഇരിക്കുന്നത്. റൈഡിംഗ് കംഫോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്ന. അതെ അതെ, ലുക്കാണ്. കാരണം ഇവൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡിഫിക്കേഷൻ റൂൾ അനുസരിച്ച് പോലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്പിന്റെ റേറ്റ് ആണ് ഇനി അറിയേണ്ടത്. എത്ര രൂപയായിട്ടുണ്ട് ഫുഡ് സ്റ്റെപ്പ്? 8,000-9,000 rupees അത്ര ആയിട്ടുണ്ട്. കമ്പനി ജെനുവിൻ ആണോ അതോ? കമ്പനി ജെനുവിൻ ക്രിസ്റ്റയ്ക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു മോഡൽ. ഓക്കെ, ക്രിസ്റ്റിഫിക്കേഷൻ തുടങ്ങിയത് തന്നെ നമ്മൾ ലൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മെയിൻ ആയിട്ട് ഈ ലൈറ്റ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് ചൈനയിൽ നിന്ന് വരും, ഒന്ന് തൈവാനിൽ നിന്ന് വരും. അപ്പൊ ഇത് എവിടെ നിന്നാണ്, ചൈനയാണോ അതോ തൈവാനാണോ? തൈവാനാണ്. ഓക്കെ, ചൈനയാകുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് ചൈനയുടെ സാധനം. തൈവാനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള. എത്ര രൂപയായി ഇതിന്? ഇത് ഞാൻ എടുക്കുമ്പോൾ 19,000 എടുക്കുമ്പോൾ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല കോഴിക്കോടുള്ള എനിക്ക് ആൾട്ടൺ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴി ഒന്ന് പരിചയപ്പെട്ടാണ്. പുള്ളിക്കാരനാണ് എനിക്ക് ഈ സാധനങ്ങൾ എല്ലാം വരുത്തിച്ചു പുള്ളിക്കാരനാണ് എനിക്ക് ഈ സാധനം വരുത്തിച്ചു തരുന്നത്. ഓക്കെ, ഇത് പ്രൊജക്ടർ ടൈപ്പ് ആണ് വരുന്നത് അല്ലേ? പ്രൊജക്ടർ ടൈപ്പ്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നോവ ഒരു 2015 മോഡലാണ് ഇത്. വണ്ടി 2014 എല്ലാ വണ്ടിക്കും നമുക്ക് വരുന്നത് ക്രോമാ വരുന്നത്. ഇത് നമ്മളിത് പിയാനോ ബ്ലാക്കിലേക്ക് മാറ്റി. എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തതിന് എത്ര രൂപ? ഇവിടെ തന്നെ ഈ ഫ്രണ്ട് പോർഷനിൽ തന്നെ എത്ര രൂപ ചിലവാക്കി? എനിക്ക് മൊത്തത്തോടുള്ള പ്രൈസ് ആണ്. ഇപ്പൊ ഇതിനിപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഫ്രണ്ട് സ്കേർട്ട് ഇത് ചെയ്തതിന് എനിക്ക് അന്ന് 1 year ആയി ചെയ്തിട്ട്. ഫ്രണ്ട് സ്കേർട്ട് ചെയ്തതിന് പെയിന്റിങ് ഇതെല്ലാം കൂടി ചെയ്തതിന് ഇത് മാത്രം എനിക്ക് 7,000 ആണെന്ന് തോന്നുന്നു. 7,000 പെയിന്റിംഗ് ഉൾപ്പെടെ 7,000 ആണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത്. ഗ്രില്ല് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അവർ ആ സമയത്ത് അത് ചെയ്തു തന്നു ആ കൂട്ടത്തിൽ. അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ 7,000-നകത്ത് വന്നേക്കുന്നത് നമുക്ക് ഈ ലിപ്പ് വന്നിട്ടുണ്ട്. അതെ, ലിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് പെയിന്റിങ് ചെയ്തു തന്നു. അതെ, ആണോ? അത് രണ്ടും കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ 7,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഹെഡ്ലൈറ്റ് വേറെ. ഹെഡ്ലൈറ്റ് നമുക്കറിയാം. ഹെഡ്ലൈറ്റ് ഭയങ്കര വിലയാണ്. നമ്മൾ പല ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കാണാം 25,000 രൂപ 22,000 രൂപ. പക്ഷെ ഈ തൈവാൻ മെയ്ഡ് നമുക്ക് ചേട്ടന് പരിചയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 20K താഴെ കിട്ടി. ഓക്കെ, ഫൈൻ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു മെയിൻ സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ ഈ ബോണറ്റ് അതൊന്ന് കാണേണ്ട സംഭവമാണ്. കാരണം അതിനകത്ത് നമ്മളൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണിച്ചു കൊടുക്കുക അല്ലേ? കാണിച്ചു കൊടുക്കുക.
അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാ വണ്ടിയിലും കാണുന്നല്ലോ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതാണ്, ഹൈഡ്രോളിക് ആണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് ചിലവാക്കിയിരിക്കുന്നത്? ഇത് ഈ 2 ഷോക്ക് അബ്സോർബറും വന്നു. പിന്നെ ഇതിന്റെ പ്രത്യേകം പറയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഒരു എക്സ്ട്രാ പട്ട വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഈ സാധനം ഫിറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ ഈ പറയുന്ന പട്ട ഇല്ലാതെ സംഭവം ഡയറക്റ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ടൊയോട്ടയ്ക്ക് കമ്പനി വരുന്നത് തന്നെ നൈസായിട്ടുള്ള മെറ്റീരിയൽ. ഇത് ഇവിടെ ഈ സംഭവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ തുറക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് സാധനം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു പട്ട വെച്ച് ഇതിനകത്ത് പക്ഷേ വെൽഡ് ചെയ്തൊന്നും അറിയത്തില്ല. അതെല്ലാം കമ്പനി സെഗ്മെന്റിൽ ചെയ്തേക്കുന്ന പോലെ തന്നെ കമ്പനി ഫിനിഷിംഗ് കൊടുത്തു. ഇതിനിപ്പോ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ ചെലവാക്കി? ഒരു 6K താഴെ വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. 6K താഴെ. ഇതിനകത്ത് നമുക്ക് എഞ്ചിൻ റൂമിൽ പ്രത്യേകിച്ച് കാരണം മൈലേജിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് പൊട്ടുന്ന സംഭവങ്ങൾ ഒന്നും ചെയ്തില്ല. പല ആൾക്കാരും തീ വരുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പുതിയ ഒരു മോഡേൺ കൾച്ചർ അനുസരിച്ച് ഇതൊന്നും പറ്റത്തില്ല. MVD നമ്മുടെ പുറകെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ അത് വളരെ സിമ്പിൾ. ഇതിനകത്ത് നമ്മൾ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചാണ്, ഒരു കണ്ടമാന ഹോണാണ് ഇതിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നിലവിൽ ഈ വണ്ടിയിൽ എത്ര ഹോണുണ്ട്? ഈ വണ്ടിയിൽ ഇപ്പൊ 3 ടൈപ്പ് ഹോൺ ഉണ്ട്. ഒന്ന് കമ്പനി ജെനുവിൻ, പിന്നെ റൂട്ട്സിന്റെ മെഗാസോണിക്കിന്റെ 4 ഹോൺ ഇരിക്കും. 4 ഹോൺ ഉണ്ട്. പിന്നെ അതുപോലെ റൂട്ട്സിന്റെ തന്നെ ഈ ടോൺ കൂടെ വരുന്നുണ്ട്. വിൻഡ് ടോൺ എന്ന് പറയും. വിൻഡ് ടോൺ. നമ്മുടെ ഈ ഹോണിനൊക്കെ എന്നാ റേറ്റ് ആയിട്ടുണ്ട് ടോട്ടൽ? ഹോണ് റൂട്ട്സിന് മെഗാസോണിക് ഹോൺ വരുന്നത് പെർ പീസിന് 900 rupees. 900 rupees. അതെ, 900 rupees പെർ പീസിന്. ഒരു പീസിന് തന്നെ 2 പീസ് വെക്കണമെന്നുണ്ടെങ്കിൽ 1800 രൂപയോളം ആവും. അതെ, 2 പീസായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ലോ സൗണ്ടും ഹൈയും. നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകം ഇനി അതിനകത്ത് ട്യൂൺ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും വെക്കണം? റിലേ വെക്കണം, റിലേയും വെക്കണം, അഡീഷണൽ വയറിംഗ് കിറ്റും ചെയ്യണം. വയറിംഗ് കിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ഉള്ള സൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇത് പൊതുവെ ഇപ്പം നമ്മുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്, കാരണം പൊതുവെ ഇന്നോവയ്ക്ക് ഒരു വെട്ടം കിട്ടുന്ന ലൈറ്റ്, ഹെഡ്ലൈറ്റ് മഹാവെട്ടം മടുപ്പാണ്. അതേ സമയത്ത് നമ്മുടെ ഈ ഒരു ലൈറ്റ് വെക്കുമ്പോൾ എങ്ങനെയുണ്ട് വെളിച്ചം? അത് പറയേണ്ട ഒരു കേസാണ്. ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഹൈ ബീമിനകത്ത് മാത്രമേ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. പക്ഷെ അത് യൂസ് അത് ഞാൻ വളരെ ചുരുക്കമാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഇടുന്നത് പറഞ്ഞാൽ താഴത്തെ പ്രൊജക്ടറിലാണ് ഡിമ്മും ബ്രൈറ്റും കൺട്രോൾ ചെയ്തേക്കുന്ന ആ സാധനത്തിലാണ് കൺട്രോളിങ് വന്നേക്കുന്നത്. ഇത് ഈ പ്രൊജക്ടർ ലാമ്പിന്റെ കേസ് പറയുന്നത് നമ്മുടെ ബലേനോ ഈ 2021-22 മോഡൽ ബലോനയുടെ LED ആണ്. LED പ്രൊജക്ടർ, ആ വണ്ടിയുടെ പ്രൊജക്ടർ എടുത്തിട്ട് ഇതിൽ EC ഉൾപ്പെടെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അതിന് എന്നാ ചെലവ് വന്നപ്പോ? 5,000 rupeesനകത്ത് ആ സാധനം ആണോ? അകത്ത് എനിക്ക് ആ സാധനം 2 സാധനം കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഫ്രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാം കഴിഞ്ഞു. ഈവൻ നമ്മുടെ ഒരു എന്താ പറയാ, ഈ മിറർ വരെ നമ്മുടെ എക്സ്ട്രാ വരുന്നത്. അപ്പം അപ്പൊ ഈ മിറർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് ഈ ഫ്രണ്ടിലെ ഈ പോർഷൻ കാണാനും ഈ സൈഡിലും അല്ലെ ഒരു L ഷേപ്പിൽ കാണാൻ വേണ്ടിയിട്ടുള്ള. ഇതില് നമ്മൾ സാധാരണ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് 2 സൈഡിലും വെക്കുന്നത്. ഇതിനൊക്കെ പർപ്പസ്ഫുൾ ആണ്. ഇത് പർപ്പസ്ഫുൾ ആണ്. ഇതിന്റെ പേര് BSM മിറർ എന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്നാണ് ഇതിന്റെ പേര്. ഈ സംഭവം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്, നമുക്ക് അവിടെ നമുക്ക് ഈ ഒരു സ്പോട്ട് നമുക്ക് എന്നായി നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഡ്രൈവ് സൈഡിൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാവുന്നത്. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡ് നമുക്ക് കിട്ടണം. വണ്ടി ഒതുക്കിയിടുന്ന സമയത്ത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും വേണം. ഫ്രണ്ട് ഗേറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ഇത്ര ഓടി കിട്ടണം. കിട്ടും. ഇത് കറക്റ്റ് ഓർഡർ നമുക്ക് ഈ സാധനം കിട്ടും, പക്കയായിട്ട് കിട്ടും. ഇത് ചുമ്മാ ഒരു മിറർ മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഓട്ടോ ഫോൾഡും ചെയ്യാം. അപ്പം ഇത് എങ്ങനെ ഓട്ടോ ഫോൾഡ് ചെയ്യുന്നുണ്ട്? ഇതും ഈ ഓട്ടോ ഫോൾഡ് സെറ്റപ്പ് നമ്മൾ ഇതിനകത്ത് കൊടുത്തപ്പോൾ അതിന് നമുക്ക് സ്പെഷ്യൽ ചാർജ്. ഓട്ടോ ഫോൾഡ് മിറർ ആണ് നമുക്ക് ഓട്ടോ ഫോൾഡ് മിറർ ആണ് ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ആ മൊഡ്യൂൾ ഉണ്ടല്ലോ, ആ മൊഡ്യൂൾ നമുക്ക് മാറ്റേണ്ടി വരും. അതായത് വണ്ടിക്കകത്ത് ഈ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്യാനൊരു സ്വിച്ച് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മാറേണ്ട മാത്രം. അതെ, വേറെ ഒന്നുമില്ല. ഈ നമ്മുടെ ഈ 360 ക്യാമറ, ഇതിന്റെ അടിയിൽ ഈ 360 ക്യാമറ ഞാൻ കണ്ടു. അത് ഈ മിററിന്റെ അകത്തോടെ തന്നെയല്ലേ ഇതിന്റെ വയർ? അതെ, മിററിന്റെ സൈഡിൽ കൂടി തന്നെയാണ് വയർ പോയിട്ട് നേരെ നമ്മുടെ ഡോറിനകത്തോടെ വന്നിട്ട് സെൻട്രൽ കൺസോളിലോട്ട് പോയിരിക്കുകയാണ്. ക്രിസ്റ്റയുടെ മിറർ ചെയ്തേക്കുന്നത്? ക്രിസ്റ്റയുടെ മിറർ 2 എണ്ണം കൂടെ, 2 ബോത്ത് രണ്ടും കൂടി വന്നത് 7,000 രൂപയ്ക്കകത്ത് എനിക്ക് ഈ മിറർ വന്നത്. ഇത് ഒറിജിനൽ ക്രിസ്റ്റയുടെ തന്നെ 2020 മോഡൽ ടൊയോട്ട ക്രിസ്റ്റയുടെ തന്നെ മിറർ. ഇത് എനിക്ക് ഡൽഹിയിൽ ഞാൻ വരുത്തി ചെയ്തത്. അതെ, രണ്ട് ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്തത് മിറർ. ഇത് സെപ്പറേറ്റ് ചെയ്താ? അതെ, ഈ DR അല്ല, ഈ കണ്ട DR അല്ല, ഇത് സെപ്പറേറ്റ് ആണ്. ഇത് സാധാരണ വരുന്ന സാധാരണ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് മാത്രം വരുന്നത്. പക്ഷെ ഇത് വെൽക്കം ലൈറ്റും ഉണ്ട്, സ്കാനിംഗ് കൂടി, വിത്ത് സ്കാനിംഗ് കൂടി വരുന്നത്. ഈ വെൽക്കം ലൈറ്റ് ഞാൻ പല ഇതിനകത്ത് പുതിയ വണ്ടികളുടെ ഒക്കെ ലൈറ്റിനകത്ത് കുറെ വണ്ടികൾ ഇതിനകത്ത് കണ്ടു. വെൽക്കം ലൈറ്റ് എന്താണ് ഈ വെൽക്കം ലൈറ്റ് എന്ന് പറയുന്നത്? വെൽക്കം ലൈറ്റ് എന്ന് പറയുന്നത് വണ്ടി നമ്മൾ പാർക്ക് ഇടുന്ന സമയത്ത്, വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു വെള്ള ലൈറ്റ് വിടുന്ന
ഇങ്ങനെ വരും. അതിങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ് സംഭവം. അങ്ങനെ വെൽക്കം വരും. പിന്നെ വരുന്നത് നമ്മൾ മറ്റേ ഇൻഡിക്കേഷൻ, അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത്, സിഗ്നൽ ഇടുന്ന സമയത്ത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഡബിൾ ലൈറ്റ് ആണ്, അത് രണ്ടും സ്കാൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സീക്വൻഷ്യൽ ബ്ലിങ്കേഴ്സും വരുന്നുണ്ട്, അതുപോലെ വെൽക്കം ലൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റ് നമ്മളെ വെൽക്കം ചെയ്യണം വണ്ടി. അതെ, സത്യം. അതെ, അതുപോലെ തന്നെ ഈ സാധനം ഇതിപ്പോ നമ്മൾ ഷോറൂം വഴിയാണ് നമ്മൾ ഈ മിറർ മേടിക്കണം എന്നുണ്ടെങ്കിൽ 19,000 രൂപയാണ് ഈ ഒരു ഒറ്റ മിററാണ്, ഒരു സൈഡിന് തന്നെ 19,000 രൂപ വരും. ഇത് 2 മിററോട് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചാൽ 7,000 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ, 6,900 6,800 രൂപയ്ക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഈ മിറർ ഈ പറഞ്ഞ ഈ വണ്ടിയിൽ ഒരിക്കലും ഇതിൽ സ്യൂട്ട് ആകത്തില്ല. ഈ പറഞ്ഞ ഈ ലെഗ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫൈബർ മോൾഡ് ചെയ്തിട്ടാണ് ഈ സാധനം ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ക്ലൈമാക്സിൽ ഈ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് എബി ആണ് ഇതെല്ലാം നമുക്ക് ഈ സാധനം ചെയ്ത് തന്നേക്കുന്നത്. ശരി. വണ്ടിക്കകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലെയിനകത്ത് കയറിയൊരു ഫീലാണ്. അതുപോലത്തെ സെറ്റപ്പ് അതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഗിയർ നോബ് ഞാൻ കണ്ടത് പല കളറാക്കാൻ പറ്റും. പല കളർ എന്ന് പറഞ്ഞാൽ ഇത് ടച്ച് ആണ്. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 7-8 കളേഴ്സ് ഉണ്ട്. സീക്വൻസിൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തൊടാത്ത പക്ഷം ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഓഫ് ആവും. ഇത് ചാർജബിൾ ആണ് സാധനം. ഇത് ഇൻബിൽറ്റ് ബാറ്ററി ഉള്ളതാണ്. ഇതിനകത്തുണ്ട് ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നത് 1 ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്ക് 2 വീക്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മേടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു സമയത്ത് മാത്രമേ ചാർജ് കിട്ടുള്ളൂ. ഒരു 2 വീക്സ് അടുത്തായി ചാർജ് നിൽക്കുന്നുണ്ട് ഈ സാധനം. അടിപൊളി. ഇത് എവിടുന്നാ മേടിക്കുന്നത്? ഇത് ആക്ച്വലി നമ്മുടെ ഔട്ട് പോസ്റ്റിൽ നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് ഈ സാധനം മേടിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചപ്പോൾ 2,800. ഇത് അത്ര ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും വിലയില്ല. ഞാൻ ഈ വണ്ടി ഇങ്ങനെ പോയി എല്ലാം കണ്ട് നോക്കിയപ്പോഴാണ് വണ്ടിക്ക് ഒരു ആംബിയൻ ലൈറ്റ് കണ്ടു. അതിന്റെ അകത്ത് ആംബിയൻ ലൈറ്റ് നമ്മള് 2 ബ്ലൂ സ്ട്രിപ്പാണ് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രിപ്പ് ആണോ ലൈറ്റ് ആണോ? സ്ട്രിപ്പ് ലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ല, അത് 4 സൈഡിലും ഉണ്ട്. 4 അത് പുറകിലത്തെ നമ്മുടെ സീറ്റിന് എവിടെയുണ്ട്. നമ്മൾ സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ പുറകിലും ലൈറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലെ ബമ്പറിന്റെ ഡാഷ്ബോർഡിന്റെ അടിയിലും. അതെ. അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിയിൽ ആദ്യം കയറിയപ്പോൾ ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ പീഡി ആക്സസറീസ് വരുന്നൊരു സംഭവം. ഇതല്ല. പിന്നെ നമ്മൾ ഇത് ചെയ്തേക്കുന്ന വെച്ചാൽ ഇത് ന്യൂ മോഡൽ ഫോർച്യൂണറിന്റെ ഒരു ഗ്രാഫിക്സ് ഡിപ്പ് ചെയ്തേക്കുവാ. ഇതും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സൈഡിലത്തെ ഈ കൺസോൾ ഉണ്ടല്ലോ, എല്ലാം ഈ 4 ഡോറിലെ കൺസോളിലും പിന്നെ ഈ പറഞ്ഞ ഈ സാധനത്തിലും നമ്മൾ ഇത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറയാണ്. അതാണ് നമ്മൾ അതിന്റെ ബേർഡ് വ്യൂ ആണ് കണ്ടോണ്ട്. അതെ. എങ്ങനെയാണ് 360 ക്യാമറ, അതിന്റെ എന്തൊക്കെ സംഭവങ്ങളാണ്, അതുപോലെ എത്ര രൂപയായി, ഇത് ഏത് ബ്രാൻഡിന്റെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ? ഇത് മാക്സ് ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റീരിയോ സിസ്റ്റം ആണ്. അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന 360 ക്യാമറയാണ് വരുന്നത് 4 ക്യാമറയാണ്. 4 ക്യാമറ എന്ന് പറഞ്ഞാൽ 2 മിററിൽ ഓരോ ക്യാമറ വെച്ച് വരുന്നുണ്ട്. സൈഡ് മിററിൽ പിന്നെ ഫ്രണ്ടിൽ ഒരു ക്യാമറ വരുന്നുണ്ട്, റിയറിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. വണ്ടി ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ക്യാമറ ഓൺ ആവും. അതെ. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ടയർ പൊസിഷൻ എവിടെയാണെന്ന് എല്ലാം അറിയാൻ പറ്റും. ഇല്ല, ഞാൻ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചു തരാം. വലത്തോട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് ഇത്ര സ്പേസ് നമുക്ക് കാണിക്കും. അതായത് നമുക്ക് ഈ വണ്ടിക്കകത്തിരുന്ന എന്താണ് നമുക്ക് ഈ താഴോട്ടുള്ള വിഷൻസ് നമുക്ക് എന്തായാലും കാണത്തില്ല. അവിടെ കല്ല് കിടപ്പുണ്ടോ ഇതുപോലെ കിടപ്പുണ്ടോ എന്നുള്ള. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഇത് എപ്പോഴും പ്രയോജനപ്പെടുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പട്ടിയോ എന്തെങ്കിലും പൂച്ച എന്താ ഫ്രണ്ട് കിടപ്പുണ്ടോ എന്തെന്ന് നമ്മൾ അറിയത്തില്ല. വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നൊരു ഹസാർഡ് സ്വിച്ചോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കംപ്ലീറ്റ് സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റർ സമയത്ത് നമുക്ക് കണ്ടോ ടയറിന്റെ കറക്റ്റ് ഫുൾ ആയിട്ടുള്ള എല്ലാ വ്യൂ അവിടെ കിട്ടും നമുക്ക്. റിവേഴ്സ് വരുന്ന സമയത്തും അത് തന്നെ ഫുൾ റിവേഴ്സ് വ്യൂ എല്ലാം കിട്ടും. അതെ. ഇപ്പൊ എവിടം വരെ പോവും എന്നൊക്കെ ഉള്ള നമുക്ക് എല്ലാം ഇതേ അറിയാൻ പറ്റും. ഇത് മാക്സിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സിസ്റ്റമാണ്. എത്ര രൂപയായി ഇത് മാക്സ് ലിങ്കിന്റെ ഈ പറഞ്ഞ ഈ സ്റ്റീരിയോ സിസ്റ്റവും ഈ പറഞ്ഞ 360 ക്യാമറ എല്ലാം കൂടെ 24,000 രൂപീസ്. 24,000 രൂപീസിന് അകത്തെ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. ഇത് അന്ന് ആ സമയത്ത് എടുക്കുന്ന സമയത്ത് അതിന്റെ MRP തന്നെ 39,000 വരുന്നുണ്ട് ഈ സംഭവം. ഞാൻ പറഞ്ഞത് കോഴിക്കോടുള്ള നമ്മുടെ ഡാൽട്ടൺ എന്ന് പറഞ്ഞ സുഹൃത്ത് തന്ന സംഭവമാണ്. അതെ. സാധാരണ 2015 ഇന്നോവയിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് അല്ല. സ്റ്റിയറിംഗിന് വ്യത്യാസം. ഇത് ഏത് സ്റ്റിയറിംഗ് ആണ്, ഏത് മോഡലാണ്? ഇത് ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് എയർ ബാഗോട് കൂടി വരുന്ന സ്റ്റിയറിംഗ് ആണ്. പിന്നെ കൺട്രോൾ സ്വിച്ചസ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഇതിന്റെ സ്പൈറൽ കേബിൾ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളുണ്ട് ഇതിന്റെ താഴെ. പലരും കോയിൽ സ്പ്രിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം. അതിന് ശരിക്കും സ്പൈറൽ കേബിൾ എന്നാണ് ആ സാധനത്തിന് പറയുന്നത്. അതെ, അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കൺട്രോളിക്സ് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഈ പറഞ്ഞ സ്റ്റിയറിംഗ് മാറിക്കഴിഞ്ഞാൽ ഏത് ഇന്നോവയിലും നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. കോയിൽ സ്പ്രിംഗ് മാറുക, മാറിയിട്ട് ഈ പറഞ്ഞ
ഈ സ്റ്റീരിയോ പ്ലേസ് കഴിഞ്ഞാൽ ഓക്കെ ആണ് സംഭവം. നല്ലപോലെ വർക്ക് ചെയ്യും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സാധനങ്ങൾ ഇതിനകത്ത് സ്യൂട്ട് ആകാതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല. എത്ര നാളായി വെച്ചിട്ട്? ഇതിപ്പോ 1 year ആയി വെച്ചിട്ട്. 1 year ഒരു പ്രോബ്ലം ഒന്നുമില്ല, ഇതുമില്ല, എല്ലാം അതെ പെർഫെക്റ്റ് ആണ്. ഈ പറഞ്ഞ ഈ സ്റ്റിയറിംഗിന് എത്ര രൂപയായിട്ടുണ്ട്? ഇത് 18,000 rupees. 18,000 rupees ആയി. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ കണ്ട ഒരു സംഭവമാണ്, നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഡ്രൈവർ എവിടെ എത്ര സ്പീഡിൽ പോകുന്നു, അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് എവിടെ വരെ പോകും, എത്ര മൈലേജ് കിട്ടും, അതുപോലെ തന്നെ വണ്ടി പാർക്കിങ്ങിലാണോ അല്ലെങ്കിൽ ട്രാവലിലാണോ, എല്ലാം നമ്മുടെ മൊബൈലിൽ അങ്ങനെ ചെയ്യുന്ന അത് ആ ഒരു സിസ്റ്റം ഇതിലേക്ക് ചെയ്യാൻ മതി. അത് ഏത് സിസ്റ്റത്തിലൂടെയാണ്? നമ്മുടെ ഈ മാക്സ് ലിങ്ക് ആണോ? അത് എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? അത് വേറെ സെപ്പറേറ്റ് ഒരു മൊഡ്യൂളാണ്. അത് GPS സിസ്റ്റം വേറെ മൊഡ്യൂളാണ്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തുറവൂര്, ചേർത്തല തുറവൂരിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ചെയ്താണ്. അത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ട് ഞാൻ ചെയ്താണ് സംഭവം. അത് അതിനകത്ത് ഈ വണ്ടിക്ക് എത്ര കിലോമീറ്റർ നമ്മൾ ഒരു ദിവസം നമ്മൾ ഓടി, എത്ര ടോപ്പ് സ്പീഡിൽ പോയി, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിൽ കാണിക്കാൻ പറ്റും. പിന്നെന്താ ആപ്ലിക്കേഷൻ ഒരു മൾട്ടി ട്രാക്ക് എന്നാണ് ആപ്ലിക്കേഷന്റെ. അപ്പൊ വണ്ടി ഇപ്പൊ അത് ഐഡിലാണ് കിടക്കുന്നത്. വണ്ടി ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടിരിക്കും, ഐഡിലാണ് കിടക്കുന്നത്. അതെ, ഇതിപ്പം വണ്ടിയുടെ ലൊക്കേഷൻ കാണിച്ചേക്കുന്നത്, വണ്ടി ഇവിടെ നിൽക്കുന്നുള്ള. അപ്പൊ ഇതിന്റെ ഇന്നത്തെ റണ്ണിങ്ങും സ്റ്റോപ്പ്, ഐഡിയിലെ ആക്റ്റീവ് അല്ലാത്തതും കാണിച്ചേക്കുന്നത്. അതെ, വണ്ടിയുടെ ഇന്നത്തെ ഫ്യൂവൽ കൺസംഷനാണ് കാണിച്ചേക്കുന്നത്, എത്ര ലിറ്റർ ഡീസൽ കത്തി എന്നുള്ളത്. പിന്നെ ഇന്നത്തെ മൈലേജ് ആണ് വണ്ടിക്കുള്ള കാണിച്ചേക്കുന്നത്. അതെ, അടുത്ത ഇന്നത്തെ ആവറേജ് സ്പീഡ്, മാക്സിമം സ്പീഡ് അതിന് കാണിച്ചിട്ടുണ്ട്. അതെ, അതിന്ന് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കേസ് പറഞ്ഞാൽ, ഇപ്പൊ ഈ വണ്ടി ആരെങ്കിലും വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് അടിച്ചോണ്ട് പോകും. അതെ, അതായത് വണ്ടി ആരെങ്കിലും മോസ്റ്റ് തെഫ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇത് അറിയുന്നില്ല, വണ്ടി ആരോ കൊണ്ടുപോയി എന്നുള്ള അറിയില്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ ശ്രദ്ധപ്പെട്ടിട്ട് വണ്ടി ആരോ കൊണ്ടുപോയി എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ നോക്കാം, വണ്ടി എവിടെയാണെന്നുള്ളത്. വണ്ടി റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടി ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വണ്ടി ഓൺ ആയിട്ട്, ഇപ്പൊ വണ്ടി നമ്മുടെ ഇപ്പോൾ ഓണാണ്, ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ അതെ, വണ്ടി ഓഫ് ചെയ്യാൻ പോകണം നമ്മളിപ്പോ. വണ്ടി ഓഫായി. പെട്ടെന്ന് ഒരാൾ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് അപ്പൊ വണ്ടി നിൽക്കും, അപ്പൊ വണ്ടി സ്റ്റോപ്പ് ആയി പോകും. നമ്മൾ ഈ വണ്ടി ഓടി പോകുന്ന സമയത്ത് അത് നോക്കിയിട്ട് വേണേ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് വണ്ടി അവിടെ ഡേഞ്ചർ ആണ്, ബ്രേക്ക് പോകും, ആക്സിഡന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ, വണ്ടി നിർത്തിയിട്ടിരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ, അതെ വിടുക. അതെ, പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെസ്യൂം എഞ്ചിൻ കൊടുക്കുക. റെസ്യൂം എഞ്ചിൻ ഓക്കെ കൊടുക്കുമ്പോഴത്തേനും മാത്രമേ നമ്മുടെ ഒരു ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. അതെ, ഇപ്പൊ ക്ലസ്റ്റർ ലൈറ്റ് കത്തി, ക്ലസ്റ്റർ ലൈറ്റ് കത്തിയതിനു ശേഷം മാത്രം പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അതെ, വണ്ടി സ്റ്റാർട്ട് ആകുള്ളൂ. ഇല്ലെങ്കിൽ എന്നൊക്കെ കളിച്ചെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. ഇല്ല. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു GPS ചെയ്തതിന് എത്ര രൂപയായിട്ടുണ്ട്? അത് ചെയ്തതിന് 3,500 രൂപ താഴെ ആയിട്ടുണ്ട്. മൊബൈലിൽ വരെ ഇത് ചെയ്യാം. അതെ, ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിന് 1 year ആണ് അതിന്റെ വാലിഡിറ്റി. അത് കഴിയുമ്പോൾ നമ്മൾ അത് ടോപ്പ് അപ്പ് ചെയ്യണം. അത് എത്ര രൂപ വരും? അത് എനിക്ക് തോന്നുന്നത് അറൌണ്ട് 500 rupees വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഇന്നോവ പ്രേമികൾ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഒത്തിരി ഡൽഹിയിലും അതുപോലെ ഹൈദരാബാദും ഒക്കെ പോയിട്ട് വണ്ടി അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഓൾട്രേഷൻസ് ഒക്കെ ചെയ്യാം. നമുക്കത് വളരെ ഗുണകരമാണ്. അപ്പൊ ഇത്രയും പൈസയൊക്കെ ഉള്ളൂ. അതിന്റെ ഓണർ തന്നെയാണ് നമ്മൾ ഇത് റിവീൽ ചെയ്ത് തരുന്നത്. അപ്പം 3,500 രൂപയ്ക്ക് ഇത് മേടിക്കുക, GPS മേടിക്കുക, 500 രൂപയ്ക്ക് ടോപ്പ് പോലെ ചെയ്ത് ഉപയോഗിക്കുക. അപ്പൊ ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര ഒരു ഇംപ്രസീവ് ആയ സംഭവമാണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം. കാരണം നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സോങ് ആണ് നമ്മുടെ മൂഡ് വരെ ഉണ്ടാക്കുന്നത്. നല്ലൊരു സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓഫ് ആവും. ഇതിന്റെ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറ്റും? അത് JBL GTO എന്ന് പറഞ്ഞ സീരീസിന്റെ കോമ്പണന്റ് സ്പീക്കറാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. 2 കോമ്പണന്റ് സ്പീക്കർ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആംപ്ലിഫയർ. എത്ര ആംപ്ലിഫയർ ഈ വണ്ടിക്ക് അതിപ്പോ 2 ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. 2 ആംപ്ലിഫയർ ഒന്ന് മാക്സ് ഹെലിക്സിന്റെ 4 channel D4 എന്ന് പറഞ്ഞൊരു സീരീസിന്റെ ഡിജിറ്റൽ ആംപ്ലിഫയർ നമ്മൾ ഈ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഡ്രൈവ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കോമ്പണന്റ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ 12 ഇഞ്ചിന്റെ ഒരു ചാമ്പ്യൻ സീരീസിന്റെ പൈനിയറിന്റെ ഒരു സബ്വൂഫർ വണ്ടിയിലുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റും. അത് 4 അറ്റ് ടൈമിൽ 4 നമുക്ക് ഒരു ഇതിൽ കണക്ട് ചെയ്യാം. അത് മോണോബ്ലോക്ക് ആംപ്ലിഫയർ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ DSP സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പൈനിയറിന്റെ ഒരു DSP സിസ്റ്റം കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സൗണ്ടിനെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്ത് മറ്റേ ഈക്വലൈസർ ആയിട്ട്. അത് എനിക്ക് തോന്നുന്ന പ്രൈസ് മൊത്തത്തോടെ എനിക്ക് തോന്നുന്നത് ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ ഈ സംഭവം തന്നെ ഇത്രയും തന്നെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഈ ഒരു മോൾട്രേഷനിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിരിക്കുന്നത് ഇന്റീരിയറിലാണ്. കാര്യമാണ് ഈ ഒരു യൂണിറ്റ്. ഇത് എന്തിന്റെ? ഇത് നമ്മുടെ ഇതിന്റെ വയർലെസിന്റെ വരുന്നതാണോ അതോ? അത് DVR ആണ്. നീഡ് ഫോർ സ്പീഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതായത് മാക്സ് ലിങ്കിന്റെ തന്നെ ഒരു കമ്പനിയാണ്. അത് ഫുൾ ടൈം ഓൺ ആണ് ക്യാമറ. ഈ ക്യാമറയാണ് നമ്മളെ കാണാൻ പറ്റും ഫുൾ ടൈം അല്ലേ? ഫുൾ ടൈം കാണാൻ പറ്റും. വണ്ടി ഓഫ് ആണെങ്കിലും നമുക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ചാർജറാണ് അല്ലേ? ചാർജറാണ്.
കണക്ഷൻ കൊടുത്ത് തന്നെ നമ്മൾ ഫോണുമായിട്ട് ഇപ്പൊ അതിനടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഓക്കെ, നമ്മൾ ഫോണിൽ വെക്കാം. ഓക്കെ, ചാർജ് ആവും. ഓഹോ, ചാർജ് പോയി. ഓക്കെ, അടിപൊളി. നമ്മൾ ഫോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കൈവട്ടോടെ ചെന്ന് കഴിഞ്ഞാൽ മതി, ഫോൺ തന്നെ എടുത്ത് തരും. ഓഹോ, അടിപൊളി. ഈ ഒരു യൂണിറ്റിന് എത്ര രൂപയായി? അത് 2500 രൂപീസ്. അത്ര ചാർജ് ആവും. അതുപോലെ തന്നെ ആ നേരെ കാണുന്ന ആ യൂണിറ്റോ? അത് ടയർ പ്രഷർ സെൻസർ ആണ്. എല്ലാ ടയറിലും അത് ബ്ലൂടൂത്ത് വഴിയാണ് വെക്കുന്നത്. ഓരോ ടയറിന്റെ പ്രഷർ നമുക്ക് വണ്ടിക്കകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സെറ്റപ്പും നമ്മുടെ ഈ വണ്ടിക്കകത്തുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നമ്മുടെ ഈ മാറ്റ് ശ്രദ്ധിച്ചത്. ഇതെല്ലാം നമ്മൾ ഒത്തിരി ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഈ മാറ്റിന് എത്ര രൂപ? ഇത് എന്ത് മാറ്റാണ് വെച്ചിരിക്കുന്നത്? കമ്പനിയുടെ മാറ്റാണ്. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയത് 5000 രൂപീസ്, അറൌണ്ട് 5000 രൂപീസ് അകത്തായിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ ഈ മാറ്റിന്. ഓക്കെ, ഇത് ഓട്ടോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഓക്കെ, എത്ര ഇത് ടോട്ടൽ എല്ലാം ഇന്നോവയുടെ വരുമ്പം എത്ര വരുന്നുണ്ട് കംപ്ലീറ്റ്? എല്ലാ ഫുൾ മാച്ച് ഫുള്ളോടെ വരുന്നുണ്ട്. ഇത് ഫുള്ള് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് വരുന്നുണ്ട്, സെക്കൻഡ് റോ വരുന്നുണ്ട്, തേർഡ് റോ വരുന്നുണ്ട്, ഏറ്റവും റിയറിലെ ഡിക്കിലും വരുന്നുണ്ട്. അത് ഫുള്ളോട് കൂടിയാണ് ഈ 5500 അതിനകത്തേ വന്നിട്ടുള്ളൂ. നമ്മുടെ ഈ സീറ്റ് ഇതിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ എന്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഇതിന്റെ സീറ്റ്? എന്തിന്റെ സീറ്റാണ് ഇത്? ഈ അപ്പോൾസറി എവിടുന്നാ ചെയ്യുന്നത്? എന്താണ് ആ സ്പെഷ്യാലിറ്റി? ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സീറ്റിൽ ലെതർ സീറ്റിൽ ഇരുന്ന് സാധാരണ ലെതർ സീറ്റ് അല്ല, ഇത് ഓർഡർ ചെയ്യുന്ന സീറ്റിനകത്ത് ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വിയർക്കാൻ തുടങ്ങും. കാലിപ്പോ വിയർക്കാൻ തുടങ്ങും, ഇപ്പോഴത്തേക്കും ചൂട് അനുഭവപ്പെടും. ഈ സീറ്റിൽ അങ്ങനത്തെ ഒരു നമ്മുടെ പുറം വേർക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് വരത്തില്ല. ഓക്കെ, അത് അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ സുഹൃത്തായ ഇവ തന്നെ പറയുന്നത് നമുക്കിത് വേണം, ഇത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താണ്. അതുകൊണ്ട് അതിന്റെ സ്റ്റൈല് തന്നെ അല്ലേ? ഇവിടെയൊക്കെ നല്ലൊരു ഡിസൈൻ മോഡലാണ് വരുന്നത്. ഓക്കെ, ഹാൻഡ് റെസ്റ്റിന് നല്ല ആ ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇത് ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ഈ ഒരു ഫോം. എന്താണ് സംഭവം? മെമ്മറി ഫോം ആണ് ഈ ഹെഡ് റെസ്റ്റ്. ഓക്കെ, ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ നമുക്ക് എപ്പോഴാണ് നമുക്ക് വേണം ലോങ് ഡ്രൈവ് പോകുമ്പോൾ. നമുക്കൊന്ന് രാത്രിയിൽ അല്ലെങ്കിൽ എവിടെ നമ്മൾ വണ്ടി നിർത്തി വന്ന് കിടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് മറിച്ചിട്ട് സുഖമായിട്ട് നമുക്ക് ഇതിൽ കിടന്ന് ഉറങ്ങാം. ഓക്കെ, ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെക്കി കഴിഞ്ഞാൽ തിരിച്ച് അത് എവിടെ അതിന്റെ ഒരു പൊസിഷനിലേക്ക് വരും. മെമ്മറി ഫോമിന്റെ പ്രത്യേകതയാണ്. അതായത് ആ ഫോം അത് അത്ര ഇതാണ്. നമ്മുടെ ഈ സീറ്റ് അപ്പോൾസറി അതിന് ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ട്? സീറ്റ് അപ്പോൾസറി ഒരു 30,000 രൂപ. ഫുള്ള് ഈവൻ നമ്മുടെ ഇത് ഹാൻഡ് റെസ്റ്റ് ഉൾപ്പെടെ നമ്മുടെ ഗിയറിന്റെ ഇത് ഉൾപ്പെടെ എല്ലാം, പിന്നെ അതുപോലെ തന്നെ ഡോർ സൈഡിലും എല്ലാം ഉൾപ്പെടെ നമുക്ക് 30,000 രൂപ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് റോയിൽ ചെന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ഒരു സ്പെഷ്യൽ ചാർജിങ് സ്ലോട്ട്, സി പോർട്ട്, അതുപോലെ ആപ്പിൾ ഫോൺ ചാർജ് എല്ലാം ചെയ്യാം. അപ്പം എന്താണ് അതിന്റെ ഒരു സെറ്റപ്പ്? എങ്ങനെയാണ് അതിലേക്ക് വന്നത്? അത് ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വണ്ടിയില് ബ്രസേല് വരുന്ന ഇപ്പൊ വെച്ചേക്കുന്ന ചാർജിങ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ ബ്രസയ്ക്ക് വരുന്ന ചാർജിങ് സ്ലോട്ടാണ് വെച്ചേക്കുന്നത്. അത് സി ടൈപ്പും വരുന്നുണ്ട്, അത് സാധാരണ നോർമൽ USB വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഇപ്പൊ സി ടൈപ്പ് ഉള്ള ഏത് ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും നമുക്ക് അതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അത് ഞാൻ മേടിച്ചത് എനിക്ക് തോന്നുന്ന ഒരു 600 രൂപയ്ക്ക് അകത്തങ്ങാണ്ട് ആയിട്ടുള്ള ആ ചാർജിങ് സ്ലോട്ടിന് അതിന്റെ വയറിംഗ് വരുത്തിച്ചത് ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചത്. അതിന് 1000 രൂപ ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 1600 രൂപ അറേഞ്ച് ആയിട്ടുള്ളത് ചെയ്തതിന്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ എല്ലാ ഓൾട്രേഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 6,50,000 അതും 7 lakhന് അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്ന ടയർ, അലോയ് ഇതെല്ലാം ചേർന്നല്ലേ അത്ര സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത്ര ഓൾട്രേഷൻ ചെയ്തു നമ്മള്. ഇത്ര ഓൾട്രേഷൻ ചെയ്തപ്പോ ഏതിനേലും കംപ്ലൈന്റ് വരികയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഇതിനായിട്ട് വണ്ടി അങ്ങനെ ഇന്ന് വരെ ഒരു സംഭവങ്ങളും ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. മാത്രമല്ല നമുക്ക് ഇത് വണ്ടി ഇനി നമ്മൾ എപ്പോഴും ഈ വണ്ടിയൊക്കെ നമ്മൾ ടൊയോട്ട പോയി സർവീസ് ചെയ്യുന്നത്. ഈ ഓൾട്രേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ സർവീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒന്നുമില്ല. സർവീസിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എന്ത് ഓൾട്രേഷൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ കിഡ്ലോസ്കി അടിപൊളി മോഡിഫൈഡ് വണ്ടി. അത് നമ്മുടെ പ്രവീൺ ബ്രോയാണ് ഇത്ര സ്റ്റൈലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. പുള്ളി അതിന്റെ പ്രൗഡ് ഓണറാണ്. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവീൺ ബ്രോ പറഞ്ഞു തന്നു. നമ്മുടെ യൂണിക്കോൺ, അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് യൂണിക്കോണിന്റെ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള നമ്മുടെ ആൾക്കാരുടെ ഓരോരുത്തരുടെയും പേര് ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഡീറ്റെയിലിംഗ് ചെയ്ത് തന്ന ആൾക്കാർ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ജസ്റ്റ് ഓരോരുത്തരുടെയും. തൃശ്ശൂർ ക്ലൈമാക്സ് ഒന്ന് വണ്ടി
ഈ പറഞ്ഞ മോഡിഫൈ ചെയ്തേക്കുന്നത് തൃശ്ശൂർ ക്ലൈമാക്സിലൂരാണ് അതിന്റെ ആമ്പല്ലൂരാണ് സ്ഥലം. രണ്ടാമതിന്റെ സ്റ്റിയറിംഗ് മേടിച്ചേക്കുന്നത് ഓട്ടോവിറ്റി കളമശ്ശേരി. പിന്നെ ഇതിന്റെ ഈ ആക്സസറീസ് എടുത്തേക്കുന്നത് ഡാൽട്ടൺ എന്ന് പറഞ്ഞു. എല്ലാവരുടെ നമ്പർ ഇതിന്റെ അടി മെൻഷൻ ചെയ്യുക. അതെ ഓരോരുത്തരുടെ നമ്പർ നമ്മുടെ ഇതിന്റെ അടി മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ വിളിച്ച് നോക്കുക, ഇപ്പോഴത്തെ എന്താണ്, എത്ര രൂപയാവും എന്നൊക്കെ നോക്കുക അല്ലേ. നേരത്തെ വിലയല്ല ഇപ്പോഴത്തെ വില, ചിലപ്പോൾ വില കൂടാം, ചിലപ്പോൾ കുറയാം. തീർച്ചയായും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം പറഞ്ഞു തന്ന്, ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് നമ്മുടെ പ്രവീൺ ബോർഡ് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സംശയം ഞങ്ങൾ വിളിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ.